മമ്മൂട്ടി പോലും പറഞ്ഞു, ജോർജാശാനെ ഞാൻ നിങ്ങളുടെ കമ്മിറ്റി വരെ എനിക്കിതോടെ തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ബൂസ്റ്റ് ചെയ്ത ഒരു പടം ഇറങ്ങി എമ്പുരാൻ എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി നല്ല അഭിപ്രായം ഒരാൾ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ദേ സോൾഡ് ഇറ്റ് വെൽ. അതിന് വളരെ ക്ലവറായിട്ട് എടുത്തതാണ്. ആ ക്ലവർനെസ് പടം എടുത്തതിലും പുരസ്കാരങ്ങൾ അക്കൊല്ലത്തെ ഏറ്റവും മോശപ്പെട്ട പടത്തിലാണ് കിട്ടുന്നത്. ഇപ്പം അങ്ങനായി അൺഫോർച്ചുനേറ്റ്ലി. അത് അതിൻ്റെ ഒരു ഇങ്ങനെ പടത്തിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഏറ്റവും മോശപ്പെട്ട പടത്തിലായിരിക്കും. മിക്കവാറും അടുത്ത അവിടെ ഒരു 2 പ്രാവശ്യം കൊണ്ട് എഴുതി കഴിയുമ്പോൾ ജവഹർലാൽ നെഹ്റു ഒന്നും കാണത്തില്ല ചരിത്രത്തിൽ. ഇപ്പം തന്നെ ഏതാണ്ട് പകുതി എക്ലിപ്സായി. വളരെ ആഭാസമാണ് മൊത്തത്തിൽ. മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞാൽ പൊട്ട സിനിമകളുമുണ്ട്, നല്ല സിനിമകളുണ്ട്. അതിനൊരു ബെസ്റ്റ് നാഷണൽ ബെസ്റ്റ് അവാർഡ് കൊടുക്കേണ്ട പടമാണ്. അതിന് ഈ പടത്തിന് കൊടുക്കുമ്പോൾ പിന്നെ ഇതിനെങ്ങനെ കൊടുക്കുന്നു? അറ്റ്ലീസ്റ്റ് റീജിയണൽ പ്രൈസെങ്കിലും കൊടുത്തു അവര്. ഇവിടെ കേരളത്തിൽ ഒന്നും കൊടുത്തില്ല. സങ്കടങ്ങളും പേറി ഞാൻ നടക്കുന്നത്. ഒരു സങ്കടമല്ല, പല സങ്കടം. എന്റെ സഹോദരങ്ങളെല്ലാം പോയി. അനിയൻ വരെ. ബാല്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ബാല്യത്തെ വീണ്ടും വീണ്ടും ഓർമ്മിക്കാറുണ്ടോ? എൻ്റെ ഒരു പകുതി പ്രജ്ഞ എന്ന് പറയല്ലേ, ഒരു പകുതി പ്രജ്ഞ ബാല്യത്തിലുണ്ട്. അല്ല, അന്ന് അവിടെ നിങ്ങൾ കഥകളിയെ പാട്രണൈസ് ചെയ്ത ഒരു കുടുംബമായിരുന്നു. അതെ, കഥകളിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എൻ്റെ അമ്മ വഴിക്കാണ് എൻ്റെ ഈ കലാപരമായിട്ടുള്ള എല്ലാം വന്നിട്ടുള്ളത്. എൻ്റെ അമ്മാവന്മാർ, അമ്മയുടെ ഏറ്റവും മൂത്ത സഹോദരന് വലിയ പേറ്ററായിരുന്നു, കഥകളിയുടെ പ്രത്യേകിച്ച്. ഇത് മാത്രമല്ല, പിന്നെ ഒരിക്കൽ ഡൽഹി വെച്ച് നമ്മുടെ വയലിൻ വിദ്വാനുണ്ടല്ലോ, മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് വരുന്നില്ല, അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പിന്നെ ഈ പറഞ്ഞ് അടൂർ വന്നിട്ടുണ്ട്, ഒരു വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ. അങ്ങനെ വലിയ പാട്ടുകാരനായിരുന്നു, വോക്കലിസ്റ്റായിരുന്നു. അപ്പം അങ്ങനെ ഡിസ്ക്രിപ്ഷൻ എന്ന് മനസ്സിലായത് നമ്മുടെ കുടുംബത്തിലാണ് വന്നതെന്ന് മനസ്സിലായി. ഇവരൊക്കെ ഇങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ അവരിങ്ങനെ സഞ്ചരിച്ചിട്ട് അതാത് സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട വീടുകളിൽ അങ്ങനെയുള്ള വീടുകളുണ്ട്. അല്ലാത്തടത്ത് പോകത്തില്ല അവർ. പെട്രണൈസേഷൻ കിട്ടുന്ന വീടുകളിൽ പോയിട്ട് അവർ താമസിക്കുകയും അവിടെ പെർഫോം ചെയ്യുകയും കുടുംബത്തിലെ ആളുകളെല്ലാം വിളിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞുനാൾ വരെ കാണുന്നതാണ്. ചില തമിഴിൽ കംപ്ലീറ്റ് തമിഴിൽ തന്നെ ചെയ്യുന്ന പെർഫോമൻസ് പലതുണ്ട്. ചില ഹരിയാതക്കാർ ഈ കൊട്ട അടിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കലാകാരന്മാരെല്ലാം ഇങ്ങനെ വന്നു പോയിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ വീട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഒരാളുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ വിനോദം മാജിക്കായിരുന്നു. അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വളരെ കാര്യമായിട്ട് അവരിങ്ങനെ എൻ്റെ അമ്മയുടെ അമ്മയും അദ്ദേഹമായിട്ട് അച്ഛനും അപ്പൂപ്പനായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം പറയുമെന്ന്, ഇപ്പം പിന്നെ സ്വർഗലോകത്തിൽ ദേവാസുര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കിപ്പോൾ എന്നെ വിളിക്കാൻ രസം വരുമെന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ മുറ്റത്ത് രസം ഇറങ്ങുന്നു, ഞാൻ അത് കയറുകയാണെന്ന് പറഞ്ഞിട്ട് അത് കയറിപ്പോവും. ഇതൊരു കൺകെട്ടി വിദ്യയാണെന്നാണ് പറയുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യമേ ചോര പുരണ്ട വാളും കുറെ കഴിയുമ്പോൾ എൻ്റെ തലയെ കൂടെ വീഴും. ഇവരങ്ങ് മോഹനിസപ്പെട്ടെന്നാണ് പറയുന്നത് ഈ അമ്മൂമ്മ ഇത് കണ്ടിട്ട്. അങ്ങനെ അതുപോലെ തന്നെ വീട്ടിലൊരു അത് സാധാരണ ഇതാണ്, ഒരു മുറ്റത്തിങ്ങനെ നെല്ല് വിരിച്ചിരിക്കുകയാണ് ഉണങ്ങാനായിട്ട്. അപ്പോൾ ഒരു കാക്കാൻ വന്നു. കാക്കാന്മാരാണ് സാധാരണ എന്തൊക്കെ ഈ മാജിക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാക്കാൻ വന്നിട്ട് കുറേ കോഴി ഇറക്കി അത് മുഴുവൻ കൊത്തി തിരുന്നു. അപ്പോഴത്തേക്കും നോക്കിയിരുന്ന് രസമായിട്ട് നോക്കിയിരുന്ന അദ്ദേഹം കുറച്ച് കാടന്മാരെ അങ്ങോട്ട് ഇറക്കി വിട്ടു, എല്ലാ കോഴിയും പിടിച്ചു. അപ്പം ഈ വന്ന കാക്കാൻ ഇനി മേലാഞ്ഞിനെ വരത്തില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആളുകളായിരുന്നു അവർ. ഈ ആ ഒരു കാലഘട്ടത്തിൽ മാജിക്ക് വളരെ ഇതുണ്ടായിരുന്നു. അതിലെ ഒരു മജീഷ്യനായിരുന്നു കാമ്പിത്ത എന്ന് പറയുന്ന ഇവിടെ കുളക്കടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വീട്ടിലുള്ള ഒരാളായിരുന്നു. അങ്ങനെ മജീഷ്യൻ തുളയിൽ വെല്ലോണായിരുന്നു. വേലുത്തമ്പിയെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഓടിച്ചവർ, വേലുത്തമ്പിയും സഹോദരനും കൂടെ ഓടിവാ എന്തിനാ അവിടെ ചെന്നിട്ട് ഈ കാമ്പിത്താൻ എന്ന് പറയുന്ന ആൾ വലിയ മജീഷ്യനാണ്. അപ്പം തിരസ്കരണി മന്ത്രം എന്നൊരു പരിപാടിയുണ്ട് അവർക്ക്. തിരസ്കരണി ഉപയോഗിച്ച് ഇദ്ദേഹത്തിനെ കാണാക്കാതാക്കുക, അത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പം 2 വെർഷൻസ് ഉണ്ട് അതിനകത്ത്. ഒന്ന് കാമ്പിത്താൻ സ്ഥലത്തുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ല.
ഈ തിരസ്കരണ മന്ത്രി ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ രാജകോപം ഉണ്ടാവും. കാരണം രാജാവിനെ ഇവരുടെ കീഴിലാക്കിയിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത്. അപ്പോൾ അദ്ദേഹം അതൊന്ന്. രണ്ടാമത്തെ വർഷന് അദ്ദേഹം വിചാരിച്ചത് ചെയ്യാനൊക്കത്തില്ല. അവർ ഓടി വന്ന ആളുകളെ പെട്ടെന്ന് തിരസ്കരണി ഉപയോഗിക്കാൻ പറ്റുകയില്ല. എന്നിട്ട് അവസാനം മണ്ണടിയിലെ ഭഗവതി ക്ഷേത്രത്തിനകത്ത് പോയിട്ട് കാവ് കയറി, അന്ന് കാവാണ്, കയറിയിട്ട് സ്വയം വെട്ടി പിന്നെ സ്വയം കുത്തി മരിക്കുകയായിരുന്നു. അത് ഈ കാമ്പിത്താൻ പറഞ്ഞാണ്. ആ സമയത്ത് ഒരുമാതിരി നാട്ടുപ്രമാണിമാർക്കൊക്കെ ഇങ്ങനെ ഓരോ പിന്നെ സൈഡ് ബിസിനസ്സുകളുണ്ടായിരുന്നു. അവരൊന്നും അത് കൊമേഴ്ഷ്യലായിട്ട് ഉദ്ദേശിച്ചിട്ടല്ല, അതവരുടെ ഒരു വിനോദമായിരുന്നു ഒരു സമയത്ത്. പിന്നെ മറ്റേ ഇവിടെ ഒരു നമ്പൂതിരി ഉണ്ടല്ലോ, ഇവരെയൊക്കെ വൈദ്യം ഇത് പഠിപ്പിച്ചു, മജീഷ്യൻ വാഴക്കലോ എന്നിട്ട് ഒരു നമ്പൂതിരിയുണ്ട്. ആ നമ്പൂതിരി ഇതുപോലെയാണ്, വലിയ ഫാമിലിയിലുള്ള ആൾ നമ്പൂതിരി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു തമാശയായിരുന്നു ഈ പിന്നെ മാജിക് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാലഘട്ടത്തിൽ. ഇനി ഒരു കാലഘട്ടത്തിൽ ഗുസ്തിയായിരുന്നു ആളുകളുടെ. ഈ പ്രധാനപ്പെട്ട വീട്ടുകാരൊക്കെ വലിയ പ്രധാനപ്പെട്ട വീടുകളിലെല്ലാം ഉണ്ടായിരുന്നു, ഗുസ്തിക്കാരനായിരുന്നു. കുമ്പളത്ത് ചങ്കുപിള്ളയൊക്കെ ഗുസ്തിക്കാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ വിനോദമായിരുന്നത്. അപ്പോൾ അപ്പോഴത്തെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഗുസ്തിക്കാരെയൊക്കെ വിളിച്ച് അവരായിട്ട് ഗുസ്തി പിടിക്കുക, അതൊക്കെയായിരുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും. പിന്നെ ഒരു കാലഘട്ടം വന്നത് റൗഡികളുടെ കാലമായിരുന്നു. ദേശീയത എഴുതിയിട്ടുണ്ട് റൗഡി എന്ന് പറയുന്നത്. റൗഡി റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആളുകളെല്ലാം മാറിപ്പോകും, പേടിയാണ് ഇയാൾ കുറേ പുറകിൽ ഇയാളെ ഇങ്ങനെ സ്തുതിപാഠകരായിട്ട് 2-3 പേര് പുറകെ കാണും. ഇയാളിങ്ങനെ ഇറങ്ങുക റോഡിലോട്ട്. പിന്നെ പാവപ്പെട്ട വീടുകളിലൊന്നും പെണ്ണുങ്ങൾക്കൊന്നും ഇറങ്ങാൻ നോക്കില്ല, ഭയങ്കര ശല്യമാണ്. അങ്ങനെ പോയി ഒരുത്തനെ അവസാനം ആൾ പറഞ്ഞ് ഇയാൾക്ക് ഇരട്ടച്ചങ്ക അടുക്കല്ലേ എന്ന് പറയും, കുത്തിയാലൊന്നും ചാവത്തില്ല, ഇരട്ടച്ചങ്കാന്ന്. ഇങ്ങനെ ഈ സ്റ്റൈൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പം നമുക്കിപ്പോൾ പ്രോബ്ലം രാഷ്ട്രീയക്കാരാണ്. ഈ കഥകളി ഫീച്ചർ ഫിലിമിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നില്ല. പക്ഷെ കഥകളി ഡോക്യുമെന്ററി 3-4 എടുത്തിട്ടുണ്ട് ഈ ഗോപിയാശാനെ കുറിച്ചിട്ടും ഒക്കെ. ഈ ഇതിന്റെ ഒരു കോണ്ടക്സ്റ്റ് എപ്പോഴും വന്നിട്ടില്ല, നമ്മുടെ സിനിമ കേട്ടിട്ടില്ല. ഇല്ല, വന്നിട്ടില്ല. അതിന്റെ കൾച്ചർ എനിക്കുണ്ട്. അത് ഏതൊരു സിനിമയെ അപഗ്രഥിച്ചുകൊണ്ട് ഇത് കഥകളിയുടെ സ്ട്രക്ചറാണെന്ന് ഒരു ആരും എഴുതിയിട്ടുണ്ട്, പേര് മറന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അങ്ങനെ അത് നമ്മൾ ബോധപൂർവം അങ്ങനെ ഒരു കഥകളിയുടെ ഘടന ആലോചിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അത് നമുക്ക് കണ്ടുപിടിക്കാം, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അല്ല, കഥകളിയുടെ ചില ഒരുപാട് പ്രത്യേക എലമെന്റുകൾ. കുട്ടിക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഥകളി അങ്ങനെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ പിന്നെ പൂനെയിലൊക്കെ പഠിച്ചു പോയി വന്നതിന് ശേഷമാണ് ഞാൻ കഥകളിലേക്ക് തിരിച്ചു കയറുന്നത്. പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കഥകളിയിലെ ഒരു വലിയ പാട്ടുകാരനായിരുന്നു എറവുകര നീലകണ്ഠൻ ഉള്ളത്താൻ പറയുന്നത്. അദ്ദേഹം നല്ല പാട്ടുകാരനായതുകൊണ്ട് ചെറുപ്പക്കാരനായിട്ട് അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് കളിയോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ രസമാണ്, അനന്തരമുള്ള കല്യാണം കഴിപ്പിച്ചു അദ്ദേഹത്തിന്. അത്രമാത്രം അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെ അവരൊക്കെ പലപ്പോഴും വീട്ടിൽ വരികയും ഞാൻ അദ്ദേഹത്തെ അമ്മയെ പറയുന്നു ഒന്ന് ചേട്ടാ ഒന്ന് പാടിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ കാര്യമായിട്ടിരുന്ന് പാടും. അത് ഞാൻ അമ്മയെ വിടാതെ കൂടെ നടന്നിരുന്ന ഒരു മോനാണ്. മറ്റു മക്കളെക്കാളൊക്കെ ഞാൻ അങ്ങോട്ട് അറ്റാച്ച്മെൻറ്റ്. അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകതയൊന്നും ഇല്ലെങ്കിൽ ആരെയും പ്രത്യേകമായിട്ട് സ്നേഹം ഞാനക്കേടൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ അമ്മയായിട്ട് ഇങ്ങനെ ഒട്ടിയാണ് ജീവിച്ചിരുന്നത്. അവിടെ അച്ഛൻ അത് ജോലി സ്ഥലത്തായതുകൊണ്ട് അദ്ദേഹം കാണത്തില്ലല്ലോ. ഞാൻ ഈ വീടിന് മുൻവശത്ത് വരുന്നവരെയും പുറകു വശത്ത് വരുന്നവരെയും ഞാൻ ആ കാലം മുതലേ കാണുകയാണ്. 2 വശത്തും. ഒന്ന് പാടും ദുരിതം പറയാൻ വരുന്നവരാണ് പുറകുവശത്ത് വരുന്നവർ, മുൻവശത്ത് വരുന്നത് അതിഥികളും ബന്ധുക്കളുമൊക്കെയാണ്. ഇങ്ങനെ ഒരു പല പല ലോകങ്ങൾ എനിക്ക് അമ്മയുടെ കൂടെ നടന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കൊച്ചുകാല്. ചിലർക്ക് വന്ന് വളരെ രസികരായിട്ടുള്ള ചില ആളുകളുണ്ട്. അവരൊന്ന് വർത്തമാനം പറഞ്ഞാൽ നമ്മൾ ആ പ്രായത്തിൽ പോലും ഞാൻ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കുഞ്ചൻ തമ്പിയെയൊക്കെ തോൽപ്പിക്കുന്ന വാഗ് വൈഭവമാണ് അവർക്ക്. പിന്നെ വളരെ പ്രായമായ കുറേ മനുഷ്യർ എനിക്ക് വലിയ ഇഷ്ടമാണ്. പ്രായ ആളുകളെ കുട്ടിക്കാലം പോലെ വലിയ ഇഷ്ടമാണ്. അത് സിനിമയിലുണ്ടല്ലോ. സിനിമയിലുണ്ട്. അവരുടെ മുഖത്ത് അവരുടെ ജീവിതം മുഴുവൻ ഉണ്ട്. എനിക്ക് എൻ്റെ ഇഷ്ടം അതാണ്. മുഖത്തെല്ലാം ഉണ്ട്, അവരുടെ ജീവിതം മുഴുവൻ അവരുടെ മുഖത്തുണ്ട്. ആ 3 കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ. പിന്നെ ബഹദൂർ വൃദ്ധനായിട്ട് അതിനകത്ത് ഒന്ന് ബി കെ നായർ, മറ്റേ എംബായ തമ്പി. അതെ, അവർ പതിവായിട്ട് വലിയ കമ്പനിയായിരുന്നു. അതിൽ മതിലുകളിലൊക്കെ ഉണ്ടല്ലോ, എവിടെ വെച്ചെങ്കിലും കാണാൻ സാറേ എന്ന് പറഞ്ഞിട്ട്. അതെ, തമ്പി പോകുന്നുണ്ട്. ഇനി ഏതെങ്കിലും ജയിലിൽ വെച്ച് കാണാം. സാർ എവിടെ പോയാലും അവിടെ സാറുണ്ടല്ലോ. ഇനി നമ്മൾ ഒരു
ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ മുമ്പൊക്കെ എപ്പോഴും സുനന്ദ ചേച്ചിക്ക് ഇവിടെ ഉണ്ടാവുമായിരുന്നു, നമ്മുടെ ആതിഥേയായിട്ട് ഇവിടെ ഉണ്ടാവുമായിരുന്നു, വെച്ച വിളമ്പുമായിരുന്നു, സ്വീകരിക്കുമായിരുന്നു, ചിരിച്ചിട്ട് എത്രയോ ഫെസ്റ്റിവലുകളിൽ ഞാൻ ഒന്നിച്ച് കൂടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സിനിമയെക്കുറിച്ചൊക്കെ നല്ല ധാരണയും അവബോധവും ഒക്കെ ഉള്ള ആളായിരുന്നു. ഫെസ്റ്റിവലുകളിൽ വരാറുണ്ട്. ജൂറിയായിട്ട് ഡൽഹി ഫെസ്റ്റിവലിൽ ജൂറിയായിരുന്നപ്പോൾ 83-ൽ അന്ന് ചേച്ചി ഉണ്ടായിരുന്നു. യാത്രയിൽ എപ്പോഴും ഒരു ഒരു കമ്പാനിയനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഒരു വെറും നിഴല് പോലെയല്ല എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, മതിപ്പായിരുന്നു ഇവിടെ അതിനെക്കുറിച്ച് സംസാരിക്കാനും. ഞങ്ങൾ വിം ആൻഡേഴ്സിൻ്റെ പീന എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ചേച്ചി ഭയങ്കര ഇഷ്ടപ്പെട്ടായിട്ട് നമ്മളന്ന് പറഞ്ഞു, അവിടെ കലാ അക്കാദമി കണ്ടിട്ട് 3D ആദ്യമായിട്ട് ഇത്രയും മനോഹരമായിട്ട്. അപ്പൊ അത് കണ്ടിട്ട് അത് അതിന്റെ ഒരു കലാത്മകതയെ കുറിച്ചിട്ട് ചേച്ചി വളരെ വാചാരി ഞങ്ങൾ നടന്നിട്ടാണ് വന്നതാണ് ഐനോക്സിലേക്ക്. അപ്പോൾ എങ്ങനെയായിരുന്നു ചേച്ചിയെ കണ്ടുമുട്ടിയത്? ഇല്ല, ശരിക്കും അറേഞ്ച്ഡ് മാരേജ് ആണ്. അറേഞ്ച്ഡ് ലവ് ആഫ്റ്റർ മാരേജ് ആണ്. അതിന് മുമ്പേ ബന്ധമൊന്നുമില്ല? ഇല്ലില്ല, എനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ മൂത്ത ബ്രദർ പന്തളം കോളേജിൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു വാലിക്കരയിലുള്ള മറ്റൊരു പ്രൊഫസർ, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അയൽക്കാരിയായിട്ടുള്ള അയൽക്കാരെന്ന് വെച്ചാൽ അവർ മലേഷ്യയിലായിരുന്നു. അവർ മലേഷ്യയിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് അവരെ ഇവിടെ പഠിക്കാനായിട്ട് ആലപ്പുഴ സെൻറ്റ് തോമസ് കോളേജിലും അവിടെയൊക്കെ പഠിച്ച്, ഇവിടെ ആർട്സ് സയൻസ് കോളേജിൽ ഇവിടെയൊക്കെ പഠിച്ചതാണ് എൻ്റെ വൈഫ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലായിരുന്നു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് പിന്നെ അതിങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ ഇങ്ങനെ നടന്നിട്ടില്ല, അത് മാത്രമേ ആ പോയി കണ്ടുള്ളൂ. ലവ് ടു ഫസ്റ്റ്. നമ്മൾ ഈ ക്രിയേറ്റീവ് പ്രോസസ്സിൽ ചേച്ചി ഇടപെടാറുണ്ടോ? കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടായിരുന്നു ഏതിലെ? ഈ എഴുത്തിലൊക്കെ? ഇല്ല, ഞാൻ പക്ഷേ അഭിപ്രായങ്ങൾ കേൾക്കുമായിരുന്നു. അല്ല, അത് അങ്ങനെ ക്രിട്ടിക്കലായിട്ടൊന്നും പറയത്തില്ല. വായിച്ചു ഒരു ഫസ്റ്റ് റെസ്പോൺസ് എനിക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ചേർന്നിരുന്ന് എഴുതി അങ്ങനൊന്നും ഇല്ല. എൻ്റെ സ്ക്രിപ്റ്റ് രചന വ്യത്യാസമാണ്. കാരണം ഞാൻ ആദ്യകാലങ്ങളിലെല്ലാം ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യായിരുന്നു. ഒരാളിനെ അതുകൂടെ ഒരു ഫ്രണ്ടിനെ കൂടെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അവിടെ എഴുതിക്കണം, സ്വയംവരം പോലെ. അങ്ങനെ പലരാണ് ഇങ്ങനെ എൻ്റെ കൂടെ. അധികം എൻ്റെ കുറ്റവും കൂടുതൽ എൻ്റെ കൂടെ ഇങ്ങനെ എഴുതിയെടുത്തിരുന്നത് മീര സാഹിബാണ്. കുടിയേറ്റത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഗോപി അവധി ദിവസം മുഴുവൻ ഞാൻ വഞ്ചു താമസിക്കുകയാണ്. അപ്പോൾ അവിടെ വരുമായിരുന്നു. അന്ന് ദിവസം മുഴുവൻ രാത്രി ലേറ്റായിട്ടാണ് പുള്ളി പോകുന്നത്. അതുവരെ ഞങ്ങളിരുന്ന് ഞാൻ പറഞ്ഞു ഡിക്റ്റേറ്റ് ചെയ്യുക, അയാൾ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങളത് അഭിനയിക്കാൻ പോകുന്നത്. ഞാനോ ചോദിച്ചു. അതെ, അങ്ങനെയാണ് ഗോപി ഉണ്ടാവുന്നത്. അത് വലിയൊരു സംഭവം. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ കൂട്ടുവിട്ടു. ഞാനും കമ്പ്യൂട്ടറുമായിട്ടുള്ള യുദ്ധമാണ്. പിന്നെ അതല്ലേ ഞാൻ ഇപ്പം ചേച്ചിയുടെ ഒരു വിയോഗം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിലൊരു വലിയ നഷ്ടമായിരുന്നു, വലിയൊരു അഭാവമാണ്. കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം ഇവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ കുറേ വർഷങ്ങളായല്ലോ, 10 വർഷമാകുമ്പോൾ പോകുന്നു. അത് സെപ്റ്റംബറിൽ 15 സെപ്റ്റംബറിൽ. അതിപ്പം മാർക്കസിൻ്റെ ഇതിൽ പറഞ്ഞ 10 വർഷത്തെ ഏകാന്തതയുടെ 10 വർഷങ്ങൾ എന്ന് പറയാവുന്നതാണ്. അതിൻ്റെ ഒരു സങ്കടം എപ്പോഴും ഉണ്ടല്ലോ, ഒരു ശൂന്യത. അപ്പോൾ ഇത് ഇപ്പം അശ്വതി ഒരുപാട് സങ്കടങ്ങളും പേറിയാണ് ഞാൻ നടക്കുന്നത്. അതെ, അത് അറിയാം. ഉള്ളിൽ ഒരുപാട് ഒരു സങ്കടമല്ല, പല സങ്കടം. എൻ്റെ സഹോദരങ്ങളെല്ലാം പോയി, എല്ലാവരും പോയി. അനിയൻ വരെ അല്ല. ഇപ്പം നമ്മുടെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ളത് അശ്വതി മാത്രമാണ്. അതെ അതെ, അശ്വതിയാണെങ്കിൽ വളരെ അകലെയാണ്. അതെ, ദിവസം വിളിക്കും, ഇടയ്ക്ക് വരും, കാണും. അതെ, മകനുണ്ട്, അയാളിപ്പോൾ BA സെക്കൻഡ് ഇയർ ആണ്, വലുതായി. അയാളൊരു എഴുത്തുകാരനൊക്കെയാണ്. ഇംഗ്ലീഷിലാണ്. അല്ല, ഈ മകള് അശ്വതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, അശ്വതി ഇവിടെ സ്കൂൾ പഠിക്കുന്ന കാലത്താണ് നമ്മളിവിടെ കാണുന്നത്, വളരെ ഇതായിട്ട് പോകുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് പോയത്. IPS ആവുന്നു, വേറൊരു വഴിയിലൂടെ ബന്ധം ഉണ്ടാകുന്നു, കുടുംബ ബന്ധം ഉണ്ടാകുന്നു. നമ്മൾ പ്രതീക്ഷ പോലെ അല്ല അത്, അല്ലല്ല. പക്ഷെ അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു. അവളിപ്പോൾ അഡീഷണൽ DGP രണ്ടുപേരുമാണ്. രണ്ടുപേരും അഡീഷണൽ DGP വരാം.
അവളൊരു വിമർശകയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വായിച്ചിട്ട്. സിനിമയെ കുറിച്ച് അങ്ങനെ അവള് പറയാറുണ്ടായിരുന്നു? ഇല്ലില്ല, സിനിമയെ പറ്റി വലിയ കാര്യമായിട്ട് സിനിമയിൽ അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. അവളോട് എല്ലാവരും ചോദിക്കും ഇങ്ങനെ, അച്ഛൻ ഇന്നറിയില്ല ഇന്നത്തെ സിനിമ പോകത്തെന്ന് ചോദിക്കും. അതെ. അല്ല, അവർക്ക് ഈ ഡയറക്ഷൻ പഠിക്കണമെന്നോ സിനിമയ്ക്ക് പോകണമെന്നോ ഒന്നുമില്ല, വളരെ പഠിക്കാൻ മാത്രമായിരുന്നു. പഠിക്കായിരുന്നു, ഫസ്റ്റ് റാങ്ക് ആയിരുന്നു നമുക്ക് MA-ക്ക്. ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റിയിലെ റെക്കോർഡാണ്. പക്ഷെ അത് പത്രത്തിൽ കൊടുക്കാൻ സംഭവിച്ചില്ല. അത് എല്ലാവരും ഫസ്റ്റ് റാങ്ക് പറഞ്ഞ് പത്രത്തിൽ കൊടുക്കല്ലേ, അത് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും വരും ഇടയ്ക്കിടയ്ക്ക്. ഞാനും ഈ മറിഞ്ഞു വീണത് കാരണം ആ സമയത്തൊരു 3-4 തവണ തുടർച്ചയായിട്ട് വന്നു. അപ്പോൾ അവർക്ക് എപ്പോഴും അവധി കിട്ടത്തില്ല. അതുകൊണ്ട് ശനി ഞായറും ചേർത്ത് ഇങ്ങനെ വന്നു. തിങ്കളാഴ്ച വെളുപ്പിനുള്ള ഫ്ലൈറ്റ് തിരിച്ചു പോകും. അങ്ങനെ 2 പ്രാവശ്യം വന്നു, 2-3 പ്രാവശ്യം വന്നു. ഇനി അടുത്തൊരു നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിനും വന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഒരുപാട് കാലമായിട്ട്, അങ്ങോട്ട് പോയിട്ടില്ല. മുമ്പ് സ്ഥിരമായിട്ട് ബോംബെ എന്ന് പറഞ്ഞ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പം അങ്ങനെ അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല. തിങ്സ് ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഈ പൂനെയിൽ പഠിക്കുന്ന കാലത്ത് ബോംബെ ആയിട്ടാണ് എപ്പോഴും. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ഏകാന്തതയായിട്ട് എങ്ങനെയാണ്? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നിരന്തരമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നുള്ളതാണ്. ഞാൻ വെറുതെ ഇരിക്കാറേ ഇല്ല. പിന്നെ ഏകാന്തത തോന്നണമെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കണ്ടേ? എനിക്ക് അങ്ങനെ തോന്നാറില്ല. കിടക്കുമ്പോൾ മാത്രം ചിലപ്പം കുറേ സമയം പലതും ആലോചിക്കും, ഉറങ്ങുകയും ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു ഏകാഗിയാണെന്ന് തോന്നുന്നില്ല. എനിക്ക് ഏകാഗിയായിട്ട് തോന്നുന്നില്ല, ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അതൊരു മിസറബിൾ കണ്ടീഷൻ അങ്ങനെ വേണ്ടി വന്നു കഴിഞ്ഞാൽ. അങ്ങനെ എനിക്കില്ല. അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇല്ലില്ല, ഒരിക്കലും ഇല്ല. എനിക്ക് ആകെയുള്ള പ്രാർത്ഥന എനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും ചെവിയുടെ ശക്തിയും നിൽക്കണമെന്നുള്ളത്. രണ്ടും ഉണ്ട് ഇപ്പോഴും. എൻ്റെ കാട്ടി പ്രായം കുറഞ്ഞവർക്കൊക്കെ ചെവി കേൾക്കാൻ വയ്യ, കണ്ണ് കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞേക്കാം. അല്ല, ഇപ്പോഴും ആ നിലക്ക് വളരെ ചെറുപ്പമാണ്. ഏറ്റവും പുതിയ ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്, ഏറ്റവും പുതിയ സിനിമകൾ കാണുന്നുണ്ട്, ഏറ്റവും പുതിയ സാഹിത്യം പിന്തുടരുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ഇപ്പോൾ എപ്പോഴും വളരെ സജീവമാണ്. ഞാൻ വളരെ ആക്റ്റീവാണ്. അത് അല്ല, അതൊരു വലിയ കാര്യമാണ്. വലിയ അപകടത്തിൽപ്പെട്ടൊരു 8-10 മാസമാണ് ഇപ്പോഴും. അതെ അതെ. എന്നിട്ട് പോലും ഞാനിപ്പോൾ കൂളായിട്ട് നടക്കുന്നു. അതെ അതെ. വണ്ടി പോകുന്നു, കോട്ടയത്ത് പോകുന്നു, വണ്ടി ഓടിക്കുന്നു, അതെല്ലാം ചെയ്യുന്നു. വണ്ടി ഓടിച്ച് തിരുവനന്തപുരം വഴിയെ പോകുന്നവർ പേടിക്കുകയേ വേണ്ട, ഞാൻ സൂക്ഷിച്ചാണ് ഓടിക്കുന്നത്. പണ്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം സാധാരണഗതിയിലായിരുന്നു. അദ്ദേഹം ഇവിടെ ആയിരുന്നു താമസിക്കുന്നത്, മണാലിയിൽ ആയിരുന്നു സാധാരണ താമസിക്കുന്നത്. ഒരു വലിയ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാനും വിശ്വാസിനോട് ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിനെ ഞങ്ങൾ പോയി കണ്ടായിരുന്നു. റോറിച്ചല്ല, വേറൊരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ല. ഒരു ബംഗാളിയാണ്. അദ്ദേഹത്തിന് 100 വയസ്സുണ്ട്. അദ്ദേഹം ഇടയ്ക്കിരിക്കുമ്പോൾ ഇവിടെ IIC-യിൽ വരും, ഡൽഹിയിൽ. അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ കാറുമൊക്കെ ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കൊണ്ടുവിടാമെന്ന് കൊണ്ട് ഇറങ്ങും പലരോടും. വേണ്ട എല്ലാവരും പറയും. കാരണം ഈ 100 വയസ്സുള്ള ആൾ ഓടിക്കുക, എന്താ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ. പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു പോകും. നമ്മുടെ TJS ജോർജ് ഓവലാണ്. 100 വയസ്സിനടുത്തായി പുള്ളി. അടുത്ത കാലത്ത് വണ്ടി ഓടിച്ചു നാട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിട്ടുപോയി. അവർ അടുത്ത കാലത്ത് മരിച്ചു. എൻ്റെ ഓർമ്മ. ഇവിടെ തിരുവനന്തപുരത്ത് സാഹിത്യമേളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തൃശ്ശൂർ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അതെ അതെ. ഘോഷയാത്ര എന്ന് പറഞ്ഞ അത് മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. അതുപോലെ വളരെ ഗിഫ്റ്റഡ് മനുഷ്യനാണ്. MS സുബ്ബലക്ഷ്മിയെ പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്. സുബ്ബലക്ഷ്മിയെ പറ്റിയിട്ട് നർഗീസിനെ പറ്റി കെ കൃഷ്ണമേനോന്റെ ബയോഗ്രഫി എഴുതി. അതെ. അതിലും രസകരമായിട്ടുള്ള ഒരു പുസ്തകം വായിച്ചൊന്നുമില്ല. ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. നാടോടി കപ്പലിൽ 4 മാസം. മാതൃഭൂമിയിൽ സീരിയസ് ചെയ്തതാണ്, ഇംഗ്ലീഷിൽ എഴുതിയതാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഇത്രയും മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരാള് മലയാളം മിക്കവാറും എഴുതാതിരിക്കില്ല എന്നാണ്. പക്ഷെ ഘോഷയാത്ര പുള്ളി മലയാളം നേരിട്ട് എഴുതിയാണ്. അതിമനോഹരമായ ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. ഞാൻ അതുകൊണ്ട് പറയുകയും ചെയ്തു. അത് ഈ പുസ്തകം ജേർണലിസ്റ്റ് അറ്റ് സീ എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലെ ടൈറ്റിൽ. അത് ഒരു 4 മാസം കപ്പലിൽ അതിന്റെ ഈ പാചക ഭാഗത്തിൽ കൂടെയൊക്കെ അതിന്റെ ഭാഗമായിട്ട് ചേർന്നിട്ട് പോയിരുന്ന അനുഭവങ്ങളാണ് എഴുതിയത്. ഇംഗ്ലീഷിലാണ് എഴുതി. അത് മലയാറ്റൂർ രാമകൃഷ്ണൻ അത് മലയാളത്തിൽ ചെയ്തു. അപ്പോൾ അതിന്റെ കയ്യെഴുത്ത് കോപ്പിയായിട്ട് TJS ജോർജ് തകഴി ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. തകഴി ശേഖരൻ്റെ അടുത്ത് അവതാരിക എഴുതാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് പിന്നെ താഴെ ചോദിച്ചു, അല്ല ജോർജ്, മലയാളം നീ ഇങ്ങനത്തെ നന്നായിട്ട് മലയാളം പറയുന്നത് നിനക്ക് മലയാളത്തിൽ തന്നെ എഴുതി കൂടായിരുന്നു ഇതെന്ന് ചോദിച്ചു. അപ്പോൾ ആ താഴെ ചേട്ടനോടുള്ള ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു നീണ്ട അവതാരി എഴുതിയിട്ടുണ്ട്. ഒരു കുറേ പേജുകളുള്ള ഒരു അവതാരികയുണ്ട്, ടി.എസ്. ജോർജ് എഴുതി. ഇത് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് ഇതെന്ന്. അതിലാണ് പുസ്തകം വളരെ ചെറുതാണ്, ഏതാണ്ട് അത്രയും വരും ഈ അവതാരിക. അതെ അതെ, ഒരു അപാരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ്, ഇത് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, ചെറിയ പീസ് എഴുതിയാലും അതെ അതെ സോ റീഡബിൾ. അദ്ദേഹത്തിന്റെ ഒരു ഹ്യൂമറും വളരെ മലയാളത്തിൽ വളരെ ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലെ സ്ഥിരം കോളം എഴുതിയിരുന്നല്ലോ, പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ, സോറി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരിക്കലും വന്നപ്പോൾ കണ്ടിട്ട് സംശയിച്ചു. അപ്പോൾ ഞാൻ പോയിട്ട് അടുത്ത വിഷയം ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, എന്നെ അറിയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പോയിന്റ് ഓഫ് വ്യൂ ആഴ്ച തോറും വായിക്കുന്ന ആളാണ്, ഇന്നേ ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് വലിയ കാര്യമായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ മകനും നല്ല റൈറ്ററാ, അതെ, ജിത്തു തയ്യൽ. അത് അന്ന് അദ്ദേഹത്തിന് ഭാര്യ പറഞ്ഞത്, ഞാൻ ചോദിച്ചു അതിനെക്കുറിച്ച്. അപ്പോൾ അവൻ എന്തൊക്കെ എഴുതുന്നുണ്ട്, പക്ഷെ വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ നേരത്തെ സിനിമയുടെ പുരസ്കാരങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ, ദേശീയ പുരസ്കാരങ്ങൾ അതെല്ലാം കിട്ടി. അതിൽ ഈ എഴുത്തുകാരനുള്ള പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്, സിനിമയുടെ ലോകം. അത് സിനിമയുടെ, ഞാൻ അതുകൊണ്ട് കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ശരിക്കും തുടങ്ങിയത് എഴുത്തുകാരൻ എന്ന നിലയ്ക്കാണ്, സിനിമയെക്കുറിച്ചല്ല നാടകമാണ്. പിന്നീട് പിന്നെ ഈ സിനിമയെക്കുറിച്ച് നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കാഴ്ചയുടെ സുവിശേഷം എന്ന് പറയുന്നത് ലോക സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഘട്ടത്തിലുണ്ടായിട്ടുള്ള നിരവധി സിനിമകളെക്കുറിച്ച്, അതായത് റേയുണ്ട്, ഹിച്ച്കോക്ക്, ട്രൂഫോണ്ട്, എല്ലാ മികച്ച നമ്മുടെ മാസ്റ്റർ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ മുഴുവനും ഈ വളരെ സൂക്ഷ്മമായിട്ട്, അത് നമ്മൾ വായിക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നും. ഇത് ഇത്രയും സൂക്ഷ്മമായിട്ട് അത് കണ്ടിട്ട് അതിലത്തെ ഓരോ ഷോട്ട് വരെ അനലൈസ് ചെയ്തുകൊണ്ടൊക്കെ ആയിട്ടുള്ള ഒരു എഴുത്ത്. അതിപ്പോൾ ഈ അടുത്ത് എഴുതാണല്ലോ അത്. അവർ ഈ കോവിഡ് കാലത്ത് അതൊരു വലിയ പരമ്പരയാണ്. 1ാം വോളിയമേ ഇറങ്ങിയിട്ടുള്ളൂ, 2ാം വോളിയം ഇനിയിപ്പോൾ റെഡിയാവുന്നു, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എഴുതി കഴിഞ്ഞാണ്, പക്ഷേ അതിൻ്റെ ഓരോ പേജിലും പടം കൊടുക്കണമെന്നുള്ളതാണ് അതിൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് കറക്റ്റ് പടം സെലക്ട് ചെയ്ത് അതിലേക്ക് ഇൻസെർട്ട് ചെയ്യണം. അതിൽ നല്ല ജോലിയാണ്. 3 പടങ്ങൾ അപഗ്രഥിച്ചിട്ടുള്ളത് ഹിച്ച്കോക്കിൻ്റെതും, അതെ, സത്യജിത്രയുടെയും, അതെ, പിന്നെ ചാപ്ലിൻ്റെ 3 മാസ്റ്റേഴ്സിൻ്റെ. ഹിച്ച്കോക്കിൻ്റെ ചിത്രങ്ങളെ പൊതുവെ എങ്ങനെയായിരുന്നു? വളരെ ഇഷ്ടമാണ്. ഞാനെപ്പോഴും കാണുന്നതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഹിച്ച്കോക്കിൻ്റെയോ? ബേഡ്സും അല്ല, ബേഡ്സും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ സൈക്കോ നല്ല പടമാണ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം നോർത്ത് ബൈ നോർത്ത് വെസ്റ്റ്, കാരി ഗ്രാൻഡ്. അങ്ങനെ ഏർലിയർ ഫിലിംസും ഒക്കെ നല്ല രസമാണ്. അതിൽ ഏതാ കൂടുതലെന്ന് ചോദിക്കാൻ വയ്യ, അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ പടങ്ങളും, ഇപ്പോൾ ചില പടങ്ങൾ 39 സ്റ്റെപ്സ് വളരെ രസമായ പടമാണ്. റോപ്പുണ്ട്. റോപ്പ് പക്ഷെ ഈ ലെവലിൽ വരുന്നില്ല. ആണെന്തോ തോന്നത്തൊക്കെ ചെയ്തിരിക്കുന്നത്. അത് 10 ഷോട്ട്സാണ്. അതുപോലെ പക്ഷേ ഈ ഭയങ്കര പ്ലാനിങ്, അത് ഗംഭീരം പ്ലാനിങ്. റിയർ വിൻഡോ നല്ല രസമായ പടമാണ്. ജെയിംസ് സ്റ്റുവർട്ട്. അതെ, അത് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. ഇല്ല, അത് വളരെ അതൊക്കെ റിയൽ ടൂർ ഡി ഫോഴ്സ് എന്ന് പറയും. അതാണ് അത്. ഈ ഒരു കാലത്ത് അദ്ദേഹം ഇത്രയും സൂക്ഷ്മ പ്ലാനിങ് നടത്തിയിട്ട് ഗംഭീരമാണ്. അതിലൊക്കെയുള്ള ഈ കാമിയോ അപ്പിയറൻസ് അത് ഇപ്പോഴും കൗതുകകരമാണ്. നമ്മൾ ഞാൻ വീണ്ടും കാണുന്ന സിനിമകൾ ഹിച്ച്കോക്കിൻ്റെയാണ്. അതൊരു രഹസ്യം പറയാൻ ഇവിടെ ചോദിച്ചത്. ഇതിൽ നമ്മുടെ മലയാള സിനിമയിലുണ്ടായിട്ടുള്ള ഒരുപാട് പേര് പിന്നീട് പേരെടുത്ത പലരും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സഹപാഠികളായിരുന്നു. അതിൽ ഒരാൾ KG ജോർജാണ്, ഒന്ന് ജോൺ എബ്രഹാം, രാമേന്ദ്ര ബാബു, ഇങ്ങനെ ഒരുപാട് പേര് ആ സമയത്ത് അവിടെ പഠിച്ചവരുണ്ടായിരുന്നു. അവർ ഇവിടെ വന്നു പലതരത്തിൽ സിനിമകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകളാണ് എടുത്തത്. ഒരേ രീതിയിലുള്ള സിനിമകളാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നവർ ഒരു അച്ചിൽ തീർച്ചയായും എല്ലാവരും വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ജോൺ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ജോണിൻ്റെ സിനിമകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജോൺ വളരെ കഴിവുകളുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മുഴുവനും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു
പരാതി. ജോൺ സിനിമ തലയിൽ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. അതെ 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 പല ആശയങ്ങൾ അതെ അതെ എപ്പോഴും പുതിയ പുതിയ ഇത് ഞാൻ ഈ ഷോട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞ് പല ഈ അബോർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് അതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ മനോഹരമായിരുന്നു. സിനിമ അത് പടം എടുത്തില്ലെങ്കിലും ഇങ്ങനെ നടക്കും പുള്ളി. ചില കുറേ സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി പോയി. ജോസഫ് ഒരു പുരോഹിതൻ, അതെ, പിന്നെ കയ്യൂരിനെ കുറിച്ചൊരു സിനിമ ചെയ്യാൻ വേണ്ടി പോയി. നന്മയിൽ ഗോപാലൻ എന്ന് പറഞ്ഞിട്ട് TRന്റെ കൂടെയൊക്കെ സിനിമ ചെയ്യാൻ വേണ്ടി പോയി. എപ്പോഴും സിനിമയെക്കുറിച്ചിട്ട് പറയുമായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ ഒരു പ്രാവശ്യം ജോൺ എന്നോട് ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു, ഒരു കഥ. അതൊരു ഹോസ്പിറ്റലിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കഥ പറഞ്ഞു. ഒരു വൃദ്ധനായിട്ടുള്ള രോഗിയും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള രോഗിയും തമ്മിലുള്ള ഒരു മുറിയിൽ കഴിയുന്നു. അപ്പോൾ അതിൽ ആ വൃദ്ധനായ രോഗിയുടെ കട്ടിൽ ജനലിൻ്റെ അടുത്താണ്. ആ ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടൊരു വ്യൂ കിട്ടും. ഒരു മരത്തിൻ്റെ പൂത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ വ്യൂ കിട്ടും. അത് ഇവന് കിട്ടില്ല, ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ ഇയാൾ മരിക്കുന്നതും കാത്തിട്ട് ഈ ചെറുപ്പക്കാരൻ ഇരിക്കുന്ന ഒരു കഥയാണത്. അപ്പോൾ അത് ജോണത് പറഞ്ഞപ്പോൾ വളരെ മനോഹരമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു ശരിക്കും ഒരു ലാറ്റിൻ അമേരിക്കൻ കഥയാണ് ഇത് പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പറഞ്ഞു. അപ്പോൾ ജോണിൻ്റെ ഉടനെയുള്ള പ്രതികരണം, അതെ, ആ പൊലയാളി മോൻ അത് എഴുതിയിട്ടുണ്ടെന്ന്. ജോണിൻ്റെ പിന്നീട് ഇങ്ങനെ ഈ ഒരു തരം ഒരു അരാജക ജീവിതമായിരുന്നു. കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ അലഞ്ഞു നടന്നു പല രീതിയിൽ. അവിടെ ഇവിടെയൊക്കെ വന്നു, പല ഫിലിം സൈറ്റുകളിൽ വന്നു, അഖിലഭാരതത്തിൽ കഴുതിയായിട്ട് അവിടെ വന്നിട്ട് അമേറിയാനുമായിട്ട്. അമേറിയ എന്ന് പറഞ്ഞാൽ ജനകീയ സംരംഭം ഉണ്ടായിരുന്നു, ഒരു പുതിയ മാതൃക, വലിയ സംരംഭമായിരുന്നു. പക്ഷേ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് അമേറിയനെ അതിൻ്റെ സ്ട്രക്ചർ വളരെ പാളിപ്പോയ ഒന്നാണ്, ഒരു ഘടനാപരമായിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു വലിയ തകർന്നു പോയൊരു വലിയ പ്രതീക്ഷയായിരുന്നു. നമ്മൾ പലപ്പോഴും ഘട്ടക്കിനെയും ജോണിനെയും താരതമ്യപ്പെടുത്താറുണ്ട്. അത് എനിക്കൊന്നും മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. കാരണം ഘട്ടക്കിൻ്റെ ഈ ഗ്രേറ്റ് വർക്ക്സ് എന്നൊക്കെ പറയുന്നത് അധികം ചെയ്തു കഴിഞ്ഞിരുന്നു. ഇപ്പം അജാന്തരിക്ക് തൊട്ട് ഈ കോമൾ ഗാന്ധാറും ഇതൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ പടങ്ങളും അധികം ചെയ്തു കഴിഞ്ഞിരുന്നു. അവസാനമാണ് നടക്കാതെ പോയത്. ഈ പിന്നീട് ഈ ജുക്തി താക്കോ ഒരു ഗാപ്പോ എന്നൊക്കെ പറഞ്ഞാൽ ആ പടം വരെ ചെയ്തു. അനാരോഗ്യമുള്ള അവസ്ഥയിൽ രക്തം ചതച്ചുകൊണ്ടൊക്കെ അധികം ആ പടം സിനിമയുള്ള അത്രയും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ജോണിനുണ്ടോ എന്നുള്ളത് വളരെ സംശയകരമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ജോൺ ഇവിടുത്തെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു. ജോൺ എല്ലാ കമ്പനിയിലും ഉണ്ട്, ഇങ്ങനെ യാത്ര ചെയ്തോണ്ട് എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജോൺ ഏത് സമയം വരാം എന്ന് പറയുമായിരുന്നു. ജോണിൻ്റെ ഒരു അവധൂതനായിരുന്നു ജോണ്. ജോൺ നമ്മുടെ പ്രത്യേകിച്ച് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല താനും ഇല്ല. ശരിയാ. അതേസമയം ആത്മാർത്ഥമായ ഫ്രണ്ട്സോ അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. എല്ലാവരും ഫ്രണ്ട്സാണ് പിന്നെ ജോണിന്. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു ജോണ്. ഈ KG ജോർജ് മറ്റൊരാളെന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ തിരക്കഥ ഞാനും കൂടെ എഴുതിയ എൻ്റെ കഥയാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജവഹർലാലിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അർദ്ധരാത്രിയിൽ ജോൺ ഇവിടെ വന്നു. ജോൺ വന്നിട്ട് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് മമ്മൂട്ടി അവിടെ ഇരിക്കുന്നു, ഉർവശി ഭക്ഷണമായിട്ട് വരുന്നു. ആ ഡൈനിങ് ടേബിളിൽ ആളിങ്ങനെ കൂട്ടിക്കൊണ്ട് അന്നേരം ജോൺ പറഞ്ഞു, എന്തിനാണ് മൂളിപ്പാട്ടാക്കുന്നത്, നമുക്കൊരു പാട്ട് തന്നെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. അപ്പം ജോർജ് ചേട്ടൻ പറഞ്ഞു, അയ്യോ ജോണെ അവിടെ പാട്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ജോൺ ഒരു പാട്ട് പറഞ്ഞു. അതിലുണ്ട്, പടത്തിലുണ്ട്. ഒരു ആലപ്പുഴക്കാരൻ കേശവനാശാനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടനാട്ട് പാടുന്ന ഒരു നാടൻ പാട്ട് അവിടെ വെച്ച് പാടി. അത് മമ്മൂട്ടിയും കരുമനയും മുരളിയും ഉർവശി എല്ലാവരും കൂടിയിട്ട് ഏറ്റവും പാടി. അത് വലിയൊരു മേളമായി. ആ രംഗം ശരിക്കും പറഞ്ഞാൽ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ജോണിനാണ്. ജോൺ ഇവിടെ ഉണ്ടായിരുന്നു. ജോണും ജോർജും ജോൺ ഒന്നിച്ചാണ് പഠിച്ചിരുന്നു. ജോൺ ഒന്നിച്ച് പഠിച്ചതല്ലേ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ? എൻ്റെ കൂടെ അല്ല, ഇല്ല ഇല്ല, അതിനുശേഷം രണ്ട് കൊല്ലം താഴെയായിരുന്നു ജോർജ്. എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള താഴെയുള്ള ആളുകൾ കുമാർ സാനിയും മണിക്കവളുമായിരുന്നു. എൻ്റെ ഇമ്മീഡിയറ്റ് താഴെ, അതിനും താഴെയായിരുന്നു ജോണും ജോർജും. KG ജോർജിൻ്റെ എങ്ങനെയാണ് സിനിമകൾ? ബ്രില്യൻ ഫിൽം മേക്കറായിരുന്നു. പക്ഷേ ഏതോ ഒരു സ്റ്റേജിൽ ഇങ്ങനെ എന്നോടിങ്ങനെ സ്ഥിരമായിട്ട് പറയായിരുന്നു, ഈ കൊച്ചു പടം എടുത്തിട്ടൊന്നും കാര്യമില്ല, വലിയ പടം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ജോർജേ അത് മറ്റുള്ളവർക്കുള്ള സംഗതിയല്ലേ, എന്തിനാ അതൊക്കെ പോകാൻ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു ആ സമയത്ത്. വളരെ കുഴപ്പം പിടിച്ച കുറേ കമ്പനി ഗൾഫിൽ പോയിട്ട് അവരുടെയൊക്കെ ചേർത്തിട്ട് കൊണ്ടുവന്ന് വളരെ മോശമായൊരു സിനിമ എടുത്തു. അവസാനം മമ്മൂട്ടി പോലും പറഞ്ഞു, ജോർജാശാനെ
ഞാൻ നിങ്ങളുടെ കമ്മിറ്റി വരെ എനിക്കിതോടെ തീർന്നിരിക്കുന്നു ഇലവങ്കോട് ദേശം എന്ന് പറഞ്ഞു. ഇലവങ്കോട് ദേശം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം ചെയ്തു ആ പടം. എല്ലാ രീതിയിലും വ്യക്തി ജീവിതവും എല്ലാം നശിപ്പിച്ച ഒരു സംഭവമായിരുന്നത്. പക്ഷെ അതിനു മുമ്പേ പിന്നെ ഈ അദ്ദേഹം കാമമോഹിതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം, അതെ അത് എൻ്റെ കഥയാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് പോയപ്പോൾ അന്ന് ആ 94 മറ്റാണ് അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ അത് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പഴയ പ്രൊഡ്യൂസർ ഹെൻറി ആയിരുന്നു ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇളയരാജ അവരവരൊക്കെ പോയി കണ്ട് സന്തോഷ് ശിവനെയും സാബു സിറിനെയൊക്കെ കണ്ടു. അത് പക്ഷേ അത് നടന്നില്ല, വേറെ ചില കാരണങ്ങൾ കൊണ്ട് അതൊന്നും നടന്നില്ല. അന്ന് പക്ഷേ അതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ഇതേ പറഞ്ഞ പോലെ 2.5 കോടിയായിരുന്നു അതിൻ്റെ എസ്റ്റിമേറ്റ് ഇന്നത്തെ കാലത്ത് 20 കോടിയായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പം ഈ അടുത്തിടയിൽ പിന്നെ അടൂർ പിന്നെ ഈ 500 കോടി ക്ലബിൽ 500 കോടി മുടക്കിയിട്ടൊക്കെ പങ്കെടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് കുറേ വിവാദങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ കൂടുതൽ കാശ് എടുത്താൽ അത്രയും സിനിമയ്ക്ക് അത്രയും കാശ് ആവശ്യമില്ല. അല്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് 500-300 കോടി എന്നൊക്കെ പറയുന്നത്. ആളുകൾ സാധാരണ ജനങ്ങളെ പാവങ്ങള് അവരായിരിക്കും ഏറ്റവും കൂടുതൽ കാശ് മുടക്കിയെങ്കിൽ അത്രയും ഗെയിമായിരിക്കും സിനിമ എന്ന് അവർ ധരിക്കുന്നത്. ചുമ്മാ കണ്ടവനായിട്ട് ബൂസ്റ്റ് ചെയ്ത ഒരു പടം ഇറങ്ങി എമ്പുരാൻ എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി നല്ല അഭിപ്രായം ഒരാൾ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ദേ സോൾഡ് ഇറ്റ് വെൽ. പിന്നെ 2-3 പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഗവൺമെൻറ്റിനെ പിന്നെ BJPയെ വിമർശിക്കുന്ന ഏതോ ഇതിലെ വാദ്രായിലെ കുറേ സീക്വൻസും ഇവിടുത്തെ ആളുകളെ കൊല്ലുന്നോ പിടിക്കുന്നതോ അങ്ങനെ എന്തൊക്കെയോ 2-3 സീക്വൻസൊക്കെ കൊടുത്ത് അത് പിന്നെ ബാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ സെൻസർ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തകളൊക്കെ ആക്കി. വാർത്തകളാകുമ്പോൾ എല്ലാവർക്കും താല്പര്യം എങ്ങനെയാണെന്ന് കാണാമെന്ന് വിചാരിച്ചു പോകും. ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഷോയിൽ കൂടെ ഉള്ളൂ ഈ സീന്, പിന്നെ അത് മാറിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുക. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പടം കണ്ട ഒരാൾ പോലും അത് കൊള്ളാമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് ഒരു ഹ്യൂജ് പബ്ലിസിറ്റി, അതിലൊരു ഭയങ്കര അത്ഭുതം നടക്കുന്ന പോലെ ഒരു പബ്ലിസിറ്റി അങ്ങോട്ട് ചെയ്തു. എന്നിട്ട് മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പടങ്ങളിൽ പത്രത്തിൽ പരസ്യം ചെയ്യാതെ ഇറക്കിയ ഒരു ഒറ്റ പടമാണ്. എന്തിനാണ് പത്രത്തിൽ പരസ്യം ചെയ്യുന്നത്? പത്രത്തിൻ്റെ എല്ലാ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വാർത്തയാണ്, പരസ്യമേ ഇല്ലായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഈ പരസ്യങ്ങളെല്ലാം അവർക്ക് കിട്ടുക. അത് മറ്റ് പരസ്യം ചെയ്യാൻ കിട്ടുന്നതിനെക്കാട്ടി ക്രെഡിബിലിറ്റി ഈ വാർത്തകളിൽ ഉണ്ടാക്കിയവർ. അതിന് വളരെ ക്ലവറായിട്ട് എടുത്തതാണ്. ആ ക്ലവറിനെസ് പടം എടുത്തതിലും വേണമായിരുന്നു. അതിനിപ്പം മോഹൻലാൽ ഒരു പടം എടുത്തു. മോഹൻലാൽ ഇത്രയും കാലം സിനിമയിൽ പ്രവർത്തിച്ച ഒരാൾ ഇതേപോലെ വലിയ കാശ് ചെയ്തിട്ടാണ് കുറെ കാലം എടുത്തിട്ട് ചെയ്ത ഒരു പടം ഉണ്ടായിരുന്നു, ബറോസ് എന്നാണ് അതിൻ്റെ പേര്. അത് നിലനിന്നുള്ളതാണ് പോയത്. അത് തിയേറ്ററിൽ ആരും കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് ആരും പറയും. ഇതേപോലെ ഒരു മനുഷ്യനെ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ ഒരുപാട് കാശ് ചിലവാക്കി അത് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാവാം വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ. പക്ഷേ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ ഇടയിൽ. ഈ പബ്ലിസിറ്റിക്ക് 2 കുഴപ്പമുണ്ട്, തിരിച്ചടിക്കുകയും ചെയ്യും ചിലപ്പോൾ. കാരണം ഭയങ്കരമായിട്ട് എക്സ്പെക്ഷൻ ഉണ്ടായിട്ട് അത്ഭുതം കാണാൻ വേണ്ടി പോയ ആളുകൾ അതാണ് പറ്റിയത്. പെട്ടെന്ന് ഡിസില്യൂഷൻ ഉണ്ടാവും ആളുകൾ. അത് തല്ലിപ്പൊളി പടം എന്ന് പറയും, ഇറങ്ങിയപ്പോൾ പോകും. അതാ പറ്റുന്നത്. എല്ലാവരും അളവിനെ പാടുള്ളൂ. ഇതിൽ പിന്നെ ഒരു കാര്യം, ഇപ്പം നമ്മളിപ്പോഴും ഈ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ചില വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന പടം സുദീപ്തോ സെൻ, അപ്പോൾ അത് ഗോവയിലെ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന ചിത്രമായിരുന്നു. അത് അവിടെ വളരെ മോശമായിട്ടുള്ള റിവ്യൂസ് അതിന് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിന്. ആ പടം അതായത് കുറേ അവാസ്തവങ്ങൾ, ഈ സവർക്കർ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ടുള്ള അവാസ്തവങ്ങൾ അത് ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഈ സംഘപരിവാറിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അപ്പോൾ ആ രീതിയിൽ വല്ലാതെ അപലപിക്കപ്പെട്ട ഒരു പടം ഇവിടെ ദേശീയ പുരസ്കാരത്തിൽ 2 പുരസ്കാരങ്ങൾ കിട്ടിയത്, ഏറ്റവും മേജറായിട്ടുള്ള ദേശീയ പുരസ്കാരങ്ങൾ അക്കൊല്ലത്തെ ഏറ്റവും മോശപ്പെട്ട പടത്തിനാണ് കിട്ടുന്നത്. ഇപ്പം അങ്ങനായി അൺഫോർച്ചുനേറ്റ്ലി. അത് അതിൻ്റെ ഒരു ഇങ്ങനെ പടത്തിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഏറ്റവും മോശപ്പെട്ട പടത്തിലായിരിക്കും. കാരണം ഏതെങ്കിലും പാർട്ടി പിന്നെ കാഡറിലുള്ള ആരെങ്കിലും എടുത്ത പടമായിരിക്കും അത്. അങ്ങനെ അത് കൊടുക്കുന്നത്. അല്ല, ഇത് ഒരു ജനങ്ങളുടെ ഒരു അവർ ഒരുമാതിരി സാംസ്കാരിക സ്ഥാപനങ്ങൾ മുഴുവനും ക്ലീനാക്കി തറ പറ്റിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനൊന്നും മോചനമില്ല, നമുക്കതിന് രക്ഷയൊന്നുമില്ല. അത് ഈ സുദീപ്തോ സെന്നിൻ്റെ പടം കണ്ടായിരുന്നോ? ഇല്ല. അതിൽ 2 മേജർ അവാർഡിനെ കിട്ടിയ സംവിധായകനും
ക്യാമറ ഛായാഗ്രഹണത്തിനുള്ള രണ്ട് അവാർഡുകൾ കിട്ടി. അത് അതിനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള റിവ്യൂസ് നിരന്തരം. പക്ഷേ അങ്ങനെയുള്ള റിവ്യൂസുള്ള ബോധമുള്ള ഒരു നാട്ടിൽ അതിനെയൊക്കെ അവഹേളിക്കുകയോ അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ചിത്രത്തിന് ഒരു ജൂറി, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ജൂറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വെല്ലുവിളി പോലെ ഞങ്ങളിങ്ങനെ ചെയ്യും നമ്മളിലുള്ള അതിന്റെ ചെയർമാനെ പോലും നമ്മൾ കേട്ടിട്ടുള്ള ആളൊന്നുമല്ല. അശുതോഷ് ഗൗരിക്കർ പേരെനിക്ക് കഷ്ടിച്ച് കേട്ടിട്ടുണ്ട്. എന്ത് ചെയ്യുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാ. അത് എന്തോരു മറാഠി ഫിലിം മേക്കറാണെന്ന് തോന്നുന്നു. അത് ആനന്ദ് പടുവർദ്ധൻ അതിന്റെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, ഷെയിം ഓൺ യു ആണോ? ഇന്ന് ഇട്ടിട്ടുണ്ട്, ഷെയിം ഓൺ യു അശുതോഷ് മങ്കേർ എന്ന് പറഞ്ഞിട്ട്. അതാണ്. അല്ല, ഈ ഒരുമാതിരി ഈ നാട്ടിൽ വിവരമുള്ള ആൾക്ക് കുറവൊന്നുമില്ല. അവരുടെ മുഖത്തടിക്കുന്ന പോലെയാണ് ഇവർ ഓരോ ചെയ്തുകൊണ്ട്. കടുപ്പമാണ്. അല്ല, അത് അങ്ങനെയുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം ഈ സംസ്കാരത്തിന്റെ എല്ലാ മേഖലകളിലും, സിനിമയിൽ മാത്രമല്ല. അല്ലാതെ ഒരുമാതിരി സാംസ്കാരിക സ്ഥാപനങ്ങൾ മുഴുവനും തറ പറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല അതിൽ. ഇനിയിപ്പോൾ അവർ പറയുന്ന പിന്നെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഇനി പഠിച്ചാൽ മതി. കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്താ? പിന്നെ ചരിത്രം മാറ്റി എഴുതുന്നു, കംപ്ലീറ്റ് ചരിത്രം മാറ്റി എഴുതുകയാണ് മിക്കവാറും. അടുത്ത ഒരു 2 പ്രാവശ്യം കൊണ്ട് എഴുതി കഴിയുമ്പോൾ ജവഹർലാൽ നെഹ്റു ഒന്നും കാണത്തില്ല ചരിത്രത്തിൽ. ഇപ്പം തന്നെ ഏതാണ്ട് പകുതി എക്ലിപ്സ് ആയി. അത് ഈ ഗാന്ധിയുടെ റോള് പോകുന്നു. ആദ്യം ഗാന്ധിയാണ് അവർ കൈവച്ചത്. അത് ശരിയാവത്തില്ല എന്ന് തോന്നിയപ്പോൾ അങ്ങ് വിട്ടു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗാന്ധി ചർക്കാൻ ചുറ്റുന്ന ഇയാളിരുന്ന പടമൊക്കെ വെച്ച് ഓർമ്മയുണ്ടോ? ആ, വളരെ ആഭാസമാണ് മൊത്തത്തിൽ. അത് പക്ഷെ ഒരു വളരെ ആസൂത്രിതമായിട്ട് നമ്മുടെ ഒരു സാംസ്കാരിക മേഖലയെ മുഴുവൻ കൈപ്പടിയിൽ ഒതുക്കി കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ കഴിഞ്ഞൊക്കെ പോയി കഴിഞ്ഞു. ഇനി അതിന് റിട്ടേൺ ഇല്ല. ബോംബെയിൽ കഴിഞ്ഞ അന്ന് ആ കൊല്ലം ഈ പടത്തിന് ബെസ്റ്റ് അവാർഡ് കൊടുത്ത കൊല്ലമില്ലേ? അല്ല, അത് കാണിച്ച് പിന്നെ ഗോവയിൽ അത്തവണ ഒരു പുതിയ ജനറേഷൻപ്പെട്ട ഒരു ഇസ്രായേലി ഡയറക്ടറായിരുന്നു അതിന്റെ ചെയർമാൻ. അയാൾ എതിർത്തല്ല, ഫൈനൽ അവർ അവാർഡ് കൊടുക്കുന്ന ഭക്ഷണം വെച്ച് അയാൾ പറഞ്ഞു, ഇത്രയും വൃത്തികെട്ട സിനിമകളാണ് നിങ്ങളുടെ പ്രോപ്പഗൻഡയാണോ ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ കോമ്പറ്റീഷൻ കാണിക്കുന്ന പറഞ്ഞിട്ട് സ്റ്റേറ്റിക്ക് കൊടുത്തു. ഈ 2 മന്ത്രിമാർ അവിടെ ഇരിപ്പുണ്ട്. ഉള്ളതല്ലേ? ആ, നല്ല ഒന്നാം തരമായിട്ട് നല്ല ഇടം വലം കൊടുത്തു. അതുകൊണ്ട് ആകെ ഉണ്ടായ ഫലം ഡയറക്ടറെ മാറ്റി, അത്രേ ഉള്ളൂ. ഫെസ്റ്റിവലിന്റെ ഡയറക്ടറെ മാറ്റി, അത്രേ ഉള്ളൂ. They are only same thing. അതെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ ചോദിക്കാൻ അങ്ങനെ ഒരു ഇത് വന്നു മൊത്തത്തിൽ. അപ്പോൾ ഇതിൽ വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ ഇടയിൽ വന്നു. ഈ മലയാള സിനിമ ദേശീയ പുരസ്കാരങ്ങളിൽ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ ഇപ്പോഴത്തെ അവാർഡ് പ്രഖ്യാപനത്തിൽ? മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അത് പൊട്ട സിനിമകളുണ്ട്, നല്ല സിനിമകളുണ്ട്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു ബെസ്റ്റ് നാഷണൽ ബെസ്റ്റ് അവാർഡ് കൊടുക്കേണ്ട പടമാണ്. വേണമായിരുന്നു. അതിന് ഈ പടത്തിന് കൊടുക്കും, പിന്നെ ഇതിനെങ്ങനെ കൊടുക്കുന്നത്? അതെ അതെ, അറ്റ്ലീസ്റ്റ് റീജിയണൽ പ്രൈസെങ്കിലും കൊടുത്തു അവര്. ഇവിടെ കേരളത്തിലൊന്നും കൊടുത്തില്ല. ഇതിന് ഒന്നും കൊടുത്തില്ല. അതെന്തുകൊണ്ടാണ്? IFFKയിലെ കോമ്പറ്റീഷൻ എൻട്രി ആയിട്ട് വരേണ്ട ഏക പടം ഇതായിരുന്നു, എടുത്തില്ല. 12 പടങ്ങൾ മലയാള സിനിമ ടുഡേ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അന്ന് ഞാൻ തുടങ്ങിയതാണ്. അതിൽ പോലും എടുത്തില്ല. അപ്പോൾ ഏത് തരം ജൂറി അവിടെ ഇരിക്കുന്നേ? നമ്മൾ ഡൽഹിയിലെ ഇരിക്കുന്നവരെ കുറ്റം പറയുന്നു, ഇവിടെ എന്തുവാണ്? അല്ല, ഈ ഇടതുപക്ഷവും വലതുപക്ഷവും രണ്ടും ഈ രീതിയിലുള്ള സമീപനത്തിൽ ഒരേ നിലപാടില്ലേ? അതല്ലേ പറയേണ്ടത്? ഒരേ മാതിരിയാണ്. അങ്ങനെ പറയേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഒരു പ്രതീക്ഷകളെല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമുക്കൊക്കെ വയസ്സായി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ പിറന്നാൾ ഈ വർഷത്തെ പിറന്നാളിന് നമ്മൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിറന്നാൾ ആഘോഷിച്ചിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് കേക്ക് മുറിച്ചു. അപ്പോൾ ജൂലൈ 3, 1941 ജനനത്തീയതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണെന്ന് പറഞ്ഞു, അന്ന് അവിടെ വെച്ച് പറഞ്ഞു. ജൂലൈ 3, 1939 ജനിച്ചത്. 2 വയസ്സും കൂടെ കൂടി. അപ്പോൾ 85 വയസ്സ് കഴിഞ്ഞു. 86 കണ്ടാൽ പറയില്ല. ഇപ്പോഴും അതിൻ്റെ ക്രിയേറ്റീവ് എനർജി നിലനിൽക്കുന്നുണ്ട്. ഒരു യുവത്വം ബാക്കിയുണ്ട്, ഒരു അംഗത്തിന്റെ ബാല്യമുണ്ട്. എനിക്ക് സ്വയം ഞാൻ പറഞ്ഞിട്ടില്ല വയസ്സനാന്ന്. ഇല്ല, മറ്റുള്ളവരെല്ലാം കൂടെ പറയുന്നു. അതാ കുഴപ്പം. ആളുകളുടെ അസൂയ. അതല്ല, ഇനി ഒരു സിനിമ ചെയ്യാനുള്ള താല്പര്യമാണ്. ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സ്ക്രിപ്റ്റ് ചെയ്തു? ഒരു കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ കൂടി പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. രചന സാക്ഷാത്കാരം അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു.